നിലവിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. കണിയൊരുക്കി നമ്മൾ നിലവിളക്കിലെ തിരിയെല്ലാം ഇട്ടുവെച്ച് നമ്മൾ ആ നിലവിളക്ക് തെളിയിക്കുന്നത് അത് എത്ര തിരിയിടണം എന്നതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. എത്ര തിരിയിട്ട നിലവിളക്കാണ് നമ്മൾ തെളിയിക്കേണ്ടത്? അത് ശ്രദ്ധിക്കണം, അതിന് പരിഹാരം കാണും. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഐശ്വര്യപൂർണമായ ഒരു വിഷു പുലരിയിലേക്ക് നമ്മൾ ഉണരുകയാണ്. ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ നിറയ്ക്കുന്ന ഈ പുണ്യമായ പുലർക്കാലത്തിൽ വിളക്ക് തെളിയിക്കുമ്പോൾ നാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? കണി കാണുന്നതിന് തൊട്ട് മുൻപായി നമ്മൾ തെളിയിക്കുന്ന ആ നിലവിളക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം. വെറും ഒരു വിളക്കല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ആ നിലവിളക്ക് തെളിയിക്കുന്നത്. എന്തെല്ലാമായിരിക്കും ആ കാര്യങ്ങൾ? ആ വസ്തുതകളെ കുറിച്ചും നിലവിളക്ക് തെളിയിക്കുന്ന രീതികളെ കുറിച്ചും എല്ലാം നമ്മോട് വിശദമായി സംസാരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കൈപ്പകശ്ശേരി ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാണ്. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം തിരുമേനി. നമസ്കാരം തിരുമേനി, നിലവിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. കണിയൊരുക്കി നമ്മൾ നിലവിളക്കിലെ തിരിയെല്ലാം ഇട്ടുവെച്ച് നമ്മൾ ആ നിലവിളക്ക് തെളിയിക്കുന്നത് അത് എത്ര തിരിയിടണം എന്നതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. എത്ര തിരിയിട്ട നിലവിളക്കാണ് നമ്മൾ തെളിയിക്കേണ്ടത്? നേരത്തെ പണ്ട് തൊട്ട് ഇത് പലർക്കും പല രീതിയിൽ അതിൻ്റെ സംശയങ്ങൾ. ആദ്യം ഈ വിളക്കിലെ അഗ്നിയെ, ആ ജ്വലിക്കുന്ന ഒരു അഗ്നിയെ അതിന് വർത്തി എന്ന പേരിൽ പറയും. അപ്പം ഒരു വർത്തി, ആ വർത്തി ആണ്, ഒരു ജ്വാലയ്ക്കാണ് ഒരു വർത്തി എന്ന് പറയുന്നത്. അപ്പം ഒരു വർത്തിയാണ് കത്തുന്നത് എങ്കിൽ അവിടെ ദുഃഖം കൂടുതലുണ്ടാവും. രണ്ട് വർത്തി എന്ന് വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറാണ് കത്തിക്കണമെങ്കിൽ അവിടെ ഐശ്വര്യമാണ്. 3 വർത്തി, 3 തിരിയിട്ട് കത്തിക്കും, അവിടെ ദാരിദ്ര്യമാണ്. 4 വർത്തിയാണെങ്കിൽ കലഹമാണ്. 5 വർത്തിയാണെങ്കിൽ സർവാഭീഷ്ടമാണ്. 5 വർത്തി ഏറ്റവും നല്ലത് 5 തിരിയിട്ട് കത്തിക്കുക. 5 തിരിയിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട്, പടിഞ്ഞാട്ട്, തെക്കോട്ട്, വടക്കോട്ട് 4 ദിക്ക്. 5ാമത്തെ തിരി വരുന്നത് കിഴക്ക് വടക്ക് മുകളിൽ ഈശാന്യ കോണിലേക്ക്. അങ്ങനെ 5 തിരിയിട്ടാണ് സാധാരണഗതിക്ക് നമ്മളിപ്പോൾ വിഷു, ഓണം, അങ്ങനെ പുണ്യദിനങ്ങൾ, അമ്പലത്തിലെ പറ വരിക, അല്ലെങ്കിൽ എന്താ പറയണ, നമ്മളെ കന്യമാസത്തിലെ മറ്റേ മഹാനവമി, അഷ്ടമി, അന്നൊക്കെ അങ്ങനെ കത്തിക്കണം. മഹത്തരമായ ദിവസം 5 തിരി എല്ലാ ദിവസവും കത്തിക്കാമെങ്കിൽ അത് ഗംഭീരമാണ്. കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ, 4 ദിക്കിലേക്കും 5ാമത്തെ തിരി കിഴക്ക് വടക്ക് മൂലയിലേക്കും. ഇനി 2ാമത്തെ കാര്യം, ഇതെങ്ങനെ കത്തിച്ചു തുടങ്ങണം. അങ്ങനെയാണ് നമ്മളെപ്പോഴും ഒരു ക്ലോക്ക് കറങ്ങുന്നത് എപ്രകാരമാണോ അപ്രകാരമാണ് തിരി കത്തിക്കേണ്ടത്. ആദ്യം കിഴക്ക് കത്തിച്ച്, തെക്ക് കത്തിച്ച്, പടിഞ്ഞാറ് കത്തിച്ച്, വടക്ക് കത്തിച്ച്, കിഴക്ക് വടക്ക് മൂലയിലെ കത്തിക്കുക. ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് അത് കറങ്ങണം. അങ്ങനെ വേണം തിരി കത്തിക്കാനായിട്ട്. അപ്പോൾ ചിലർ പറയും 2 തിരി കൂട്ടിയിട്ടിട്ട് 1 കത്തിക്കാം, 3 തിരി കൂട്ടിയിട്ട് 1 കത്തിക്കാം. ഇത് എത്ര തിരി കൂട്ടിയിട്ടാലും വർത്തി ഒന്നേ ഉള്ളൂ. അപ്പോൾ വർത്തിക്കാണ് അവിടെ പ്രാധാന്യം. തിരികൾ എത്ര വേണേലും കൂട്ടിക്കോളൂ. 2, 5, 7, 9 അങ്ങനെ എണ്ണം കൂട്ടിക്കൊണ്ട് പോകാം. പക്ഷെ 3, 4 അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. കത്തിക്കുന്ന രീതി ക്ലോക്ക് വൈസ് ആണ്. കിഴക്കാദിയാണ്, കിഴക്കുന്നാണ് ആദ്യം കത്തിക്കേണ്ടത്. 5ാമത്തെ കിഴക്ക് വടക്ക് മൂലയിലാണ്. നിലവിളക്ക് കത്തിക്കാത്ത ചിലരെന്താ വെച്ചാൽ ലക്ഷ്മി വിളക്ക്, വാസ്തു വിളക്ക്, അങ്ങനെ പറഞ്ഞ കുറേ വിളക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് വിളക്കും കത്തിച്ചോളൂ, പക്ഷെ ആദ്യം നടുക്ക് നാരായമുള്ള നിലവിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റു വിളക്ക് കത്തിക്കാവൂ. വിളക്ക് തെളിയിക്കുമ്പോൾ അത് അണഞ്ഞുപോയാൽ അതൊരു അശുഭ സൂചനയായിട്ടാണോ കണക്കാക്കുന്നത്? വിളക്ക് തെളിയിക്കുമ്പോൾ അണഞ്ഞു പോയാൽ അല്ലെങ്കിൽ നമുക്കടെ നമ്മൾ കത്തിക്കുന്ന വിളക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഈശ്വര സങ്കല്പത്തില്, ഒരു ദേവസങ്കല്പത്തില്, ഒരു ലക്ഷ്മി സങ്കല്പത്തിലാണ് കത്തിക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ കത്തിച്ച വിളക്ക് അണയുന്നത് ദോഷം തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ദോഷമാണ്. ഇപ്പൊ നല്ല കാറ്റുള്ള സ്ഥലം, നല്ല മഴയുള്ള സമയത്ത് പുറത്ത് വെച്ചൊരു വിളക്കണഞ്ഞിട്ട് എൻ്റെ ഈശ്വര എനിക്ക് കഷ്ടകാലമാണല്ലോ എന്ന് പറഞ്ഞ് കരയരുത്.
നല്ല കാറ്റുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ എനിക്ക് എന്തോ വരാം, അത് ഭയപ്പെടുത്തലാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ അബദ്ധവശാൽ ഒരു പ്രാവശ്യം ഇപ്പം തീപ്പെട്ടി ഒരച്ചു കത്തിച്ചു, അത് കെട്ടുപോയി, ഒന്നോടെ ഒരച്ചു കത്തിച്ചു, അങ്ങനെയും വരാം. അതൊന്നും ഒരു അപകട സൂചനയല്ല. സാധാരണഗതിക്ക് എന്താ പറയണേ, ഒരു സ്വാഭാവികമായി കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാത്ത വിളക്കുകളൊന്നും അങ്ങനെ കെട്ടുപോകാറില്ല. നിരന്തരമായി ഒരു ദിവസം കെട്ടതിനെ വലിയൊരു സങ്കടമായി എടുക്കാതെ നിരന്തരമായി നമ്മൾ കത്തിക്കുന്ന വിളക്കുകൾ എപ്പോഴും ജ്വലിക്കാതെ അത് അണഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ ദേവസങ്കല്പത്തിന് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആസുരികമായി നിൽക്കുന്ന ശക്തി കൂടിയിട്ടുണ്ടാണ്. ഇരുട്ടിന്റെ ശക്തി കൂടുതലാണ്, വെളിച്ചത്തിന്റെ ശക്തി കുറവാണ്. അത് ശ്രദ്ധിക്കണം, അതിന് പരിഹാരം കാണണം. അതുപോലെ ചില വിഷുക്കണി ഒരുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് LED ലൈറ്റുകള്, ലൈറ്റിന്റെ മാലകളൊക്കെ തൂക്കി വളരെ അലങ്കാരപരമായിട്ടൊക്കെ വിഷുക്കണി തയ്യാറാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഇത് അങ്ങയുടെ ഒരു ചോദ്യം വിവാദ ചോദ്യമാണ്. നമ്മൾ പല ഗ്രഹ സന്ദർശനം നടത്തുമ്പോൾ 5ഉം 8ഉം വാം ലൈറ്റുകൾ ഇട്ട പൂജാമുറികളും ഓരോ കൃഷ്ണന്റെയും അല്ലെങ്കിൽ ദേവിയുടെയും തലയ്ക്ക് ചുറ്റും LED ഇട്ടതൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് നമ്മുടെ ശ്രീകോവിലുകളിൽ ആയിരക്കണക്കിന് തിരി കത്തിച്ച് വിളക്ക് കത്തിച്ചാലും ഒരു ബൾബ് പോലും ഇടാതെ അവിടെ ആ ഭഗവാനിന് ജ്വാല കിട്ടാൻ വേണ്ടി, പ്രഭ കിട്ടാൻ വേണ്ടി, സൗന്ദര്യം കിട്ടാൻ വേണ്ടി അവിടെ നമ്മൾ എത്ര നിലവിളക്കാണ് കൃത്യമായി ഈ തൂക്കുവിളക്കൊക്കെ ഇങ്ങനെ അളവ് നോക്കി കെട്ടിത്തൂക്കി കൃത്യമായി തിരിയിട്ട് കത്തിക്കണേ. അതായത് ഇതിൻ്റെ മാക്സിമം ചൂടിലാണ് അവിടെ പൂജ കഴിക്കുന്ന ഓരോ തിരുമേനിമാരും അവിടെ ഇരിക്കണേ. അപ്പം അവരെന്തുകൊണ്ട് ഒരു 3 വാം ലൈറ്റ് മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ ഒഴിവാക്കാം അല്ലേ? അല്ലെങ്കിൽ ഇപ്പം വിളക്കിനകത്ത് LED വെച്ച് വരുന്നുണ്ട്, അവരത് കത്തിക്കണില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നെഗറ്റീവ് ആയി നിൽക്കുന്ന ഒരു ശക്തിയായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് ലൈറ്റുകളെ കാണുന്നത്. നിങ്ങൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല തുളസി തൊട്ട് നോട്ടുള്ളൂ, തുളസി അല്ലെങ്കിൽ ചെമ്പരത്തിയൊക്കെ പെട്ടെന്ന് അത് കരിഞ്ഞു പോവുകയാണ്. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ശക്തി അത്രയുണ്ട്. അപ്പം പോസിറ്റീവായി നിൽക്കുന്ന, ജീവാത്മാവായി നിൽക്കുന്ന ഒരു എനർജിയാണ് നമ്മൾ ആരാധിക്കുന്ന ബിംബങ്ങളിലും ശ്രീകോവിലുകളിലും പൂജാമുറികളിലും ഉള്ളത്. അതിൻ്റെ ശക്തിക്ഷയത്തിന് കാരണം വരുന്നത് കൊണ്ട് ഇലക്ട്രിക് ആയ സാധനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. കാരണം അവിടെ വിളക്ക് കൊണ്ടുള്ള ദീപത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് ഇതൊരു എന്താ പറയണേ, ഒരു ആഘോഷത്തിൻ്റെ ഒരുക്കലല്ല, ഇതൊരു ദൈവീകമായ ഒരുക്കലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് വിഷുക്കണി ഒരുക്കുമ്പോഴൊന്നും ഈ പറയണ LED മാലകളോ LED ലൈറ്റുകളോ ഒന്നും വേണ്ട. ഒരു കൊടിവിളക്ക് മാത്രമേ ഉള്ളെങ്കിൽ പോലും ആ കൊടിവിളത്തിന്റെ ദീപം മതി ഭഗവാൻ പ്രസാദിക്കാൻ. അങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ ആരാണ് തിരുമേനി കണിയൊരുക്കുമ്പോൾ ആദ്യം വിളക്ക് കത്തിക്കേണ്ടത്? കുടുംബത്തിലെ മുതിർന്ന ആളുകൾ കത്തിക്കണം, അല്ലെങ്കിൽ വീട്ടമ്മമാര് കത്തിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 2 രീതി ചെയ്യാം. നമ്മളിപ്പോൾ രാത്രിയിൽ, തലേദിവസം രാത്രിയിൽ ഒരു 11 മണിക്കാണ് കിടക്കണയെങ്കിൽ നമ്മൾ കിഴക്കും പടിഞ്ഞാറും ഉള്ള 2 തിരി മാത്രം കത്തിച്ച് നിറച്ച് എണ്ണയൊഴിച്ച് പോയി കഴിഞ്ഞാൽ രാവിലെ ഇരിക്കുമ്പോൾ ആദ്യം വരുന്നയാൾക്ക് തന്നെ വിളക്ക്, കത്തിയ വിളക്കോട് കൂടിയുള്ള ഭഗവാനെ തൊഴാൻ പറ്റും. കെടാവിളക്കായിട്ട് വെച്ചാൽ മതി. നല്ല വിളക്കാണെങ്കിൽ അതവിടെ കത്തി നിൽക്കും. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ തലേദിവസം രാത്രിയിൽ വിളക്ക് കത്തിച്ച് വെക്കും, വിഷുക്കണി ഒരുക്കിയിട്ട് രാവിലെ കണ്ണടച്ച് ആരാദ്യം വന്നാലും അവർക്ക് വിളക്ക് കത്തി നിൽക്കുന്ന പ്രഭയോടെയുള്ള ഭഗവാനെ കാണും. അവർ വന്നിട്ട് ബാക്കി നിലവിളക്കുകളൊക്കെ കത്തിക്കും. അങ്ങനെയാണ് നിലവിളക്ക് സാധാരണ കത്തിക്കുന്നത്. ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിൽ അമ്മമാരാണ്. ഒരമ്മയാണ്, ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിലെ ലക്ഷ്മി. ആ ലക്ഷ്മി അവർ തന്നെ അത് ചെയ്യുമ്പോൾ അതിന് ശക്തി കൂടുതലാണ്. ഇപ്പം നാളെ പുരുഷൻ ചെയ്തു എന്ന് വെച്ചൊരു വിരോധമൊന്നുമില്ല. സാധാരണഗതിക്ക് ഏറ്റവും മൂത്ത അമ്മ ചെയ്യുന്നതാണ് ഈ പറയുന്ന വിളക്ക് കൊളുത്തൽ. അപ്പം അതുകൊണ്ട് വിഷു എന്ന് തന്നെയല്ല, ഏത് സമയത്തായാലും വിളക്ക് വെക്കുന്നത് അമ്മമാരായിരിക്കും കൂടുതൽ. അത് അമ്മമാർക്ക് പ്രാധാന്യമുണ്ട്, അത് കുടുംബനാഥകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ ധർമ്മത്തിൽ സ്ത്രീകൾക്ക് എത്ര ബഹുമാനം കൊടുക്കാവോ, എത്ര സ്ഥാനം കൊടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് ഐശ്വര്യം കൂടും എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തിരുമേനി, നിലവിളക്ക് കത്തിക്കുമ്പോൾ പലരും പല രീതിയിൽ, ചിലർ തീപ്പെട്ടി കൊണ്ട്, ചിലർ ലൈറ്റർ കൊണ്ട്, അങ്ങനെ പല രീതിയിൽ കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊടിവിളക്ക് കൊണ്ട് ഏതാണ് ഉചിതമായ രീതി?
എപ്പോഴും നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരിക്കലും ഗ്യാസ് ലൈറ്റർ കൊണ്ട് കത്തിക്കരുത്. അത് കഷ്ടമാണ്. നമ്മളൊരു കൊടിവിളക്കെടുത്ത് ആ കൊടിവിളക്കിൽ ഒരു അല്പം നെയ്യൊഴിച്ച് അതിനകത്തൊരു തിരിയിട്ട് ആ കൊടിവിളക്ക് കത്തിച്ചിട്ട് ആ കൊടിവിളക്ക് കൊണ്ട് വേണം നമ്മൾ നിലവിളക്കുകൾ കത്തിക്കാനായിട്ട്. ഇനിയിപ്പോൾ കൊടിവിളക്കില്ലാന്ന് വെക്കുക, നിങ്ങളൊരു തിരി എണ്ണയിൽ മുക്കിയെടുത്തിട്ട് ആ തിരി കത്തിച്ചിട്ട് ആ തിരി കൊണ്ട് കത്തിക്കാം നിലവിളക്ക്. തീപ്പെട്ടിയിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ തീപ്പെട്ടിയിൽ ഗന്ധകത്തോട് വെടിമരുന്നോട് കൂടിയ സാധനമാണ്, ഒരുതരം ഗന്ധകമാണ്, അതോ ഗ്യാസോ നേരിട്ട് നിലവിളക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. നിങ്ങളൊരു തിരി കത്തിച്ച് എണ്ണയും മുക്കി ഒരു തിരി എടുത്ത് ആ തിരി കത്തിച്ചതിന് ശേഷം ആ തിരി കൊണ്ട് വിളക്ക് കത്തിക്കാം. കൊടിവിളക്കില്ലെങ്കിൽ, കൊടിവിളക്കാണെങ്കിൽ അതിഗംഭീരായി. കൊടിവിളക്ക് കൊണ്ട് കത്തിക്കുകയാണ് വേണ്ടത്. അതാണ് നിയമം, അതാണ് എന്താ പറയുക, ഒരു ദൈവാധീനം. വിഷുദിനത്തിൽ നമ്മൾ കത്തിക്കുന്ന ആദ്യത്തെ ദീപം ആ വർഷത്തെ മുഴുവൻ പോസിറ്റീവ് എനർജിയെയും ബാധിക്കുമെന്നാണ് വിശ്വാസം. വിഷുദിനത്തിൽ വിളക്ക് കത്തിക്കേണ്ട രീതിയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി വ്യക്തമായി തിരുമേനി നമുക്ക് പറഞ്ഞു തന്നു. ഈ കാര്യം ഇത്രയേറെ വിശദമായി പറഞ്ഞു തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഏകാഗ്രതയോടുകൂടി തെളിയിക്കുന്ന ഒരു ദീപം, അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശത്തോടു കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.